ഹായ് ഹലോ, നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ വീടിന് ഫ്രണ്ടിലുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ്. ഇതിനകത്ത് അങ്ങനെ പബ്ലിക്കിന് അലൗഡ് അല്ല. എന്നാലും നമുക്ക് വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് കയറി കാണാനൊരു അവസരം കിട്ടും. അപ്പോൾ ഇന്ന് എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. അപ്പോൾ ഞാൻ അതിനകത്ത് പോയി കണ്ട കാഴ്ചകളാണ്. സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എല്ലാം ഒന്നും നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇതിനകത്ത് എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. കാലാവസ്ഥയുടെ ബേസിക് പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യാന്നുള്ളതാണ് ഏതൊരു ഒബ്സർവേറ്ററിയുടെ ഫംഗ്ഷൻ. അപ്പോൾ അതിനകത്ത് ബേസിക്കായിട്ട് നമ്മളൊരു കാലാവസ്ഥയുടെ വെതർ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വിൻഡാണ്. വിൻഡിൻ്റെ സ്പീഡ്, വിൻഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ വിൻഡ് സ്പീഡ് മെഷർ ചെയ്യാനായിട്ടുള്ള നമുക്ക് അനുഭവമീറ്റർ എന്നാണ്. ഇത് നോർമൽ ടൈപ്പ് അനുഭവമീറ്റർ, ഇത് ഒപ്റ്റിക്കൽ ടൈപ്പ്. ഇതിനകത്തൊരു മീറ്റർ ഉണ്ടാവും, അതിനകത്തെ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യും. കാറ്റടിക്കുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിന്റെ 3 മിനിറ്റിൽ എത്ര ഇൻക്രിമെന്റ് ചെയ്യുന്നു അതായിരിക്കും നമ്മൾ വിൻഡ് സ്പീഡായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ആയിരിക്കും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റർ സെൻസർ ഉണ്ടാവും. ഇത് എത്ര തവണ കട്ട് ചെയ്യുന്നതനുസരിച്ച് ഒരു വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടാവും. അത് വെച്ച് നമുക്കറിയാം. ഇത് യൂഷ്വലി എയർപോർട്ടുകളിലും ഒക്കെ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള വിൻഡിന്റെ ഡാറ്റ അറിയാനായിട്ട്. ഇത് വിൻഡ് ഡയറക്ഷൻ, നോർത്ത് ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്നുള്ള 4 ഡയറക്ഷൻ. ഏത് സൈഡിൽ നിന്നാണ് വിൻഡ് വരുന്നത് ആ ഡയറക്ഷനിലായിരിക്കും ഇത് കാണിക്കുന്നത്. ഇതൊക്കെ നോർമലായിട്ടൊരു ഒബ്സർവേറ്ററിയിൽ ഉണ്ടാകുന്നതാണ്. നമുക്ക് സിനോപ്റ്റിക് ഒബ്സർവേറ്ററീസ് എന്ന് പറയുന്നത് ഓരോ 3 മണിക്കൂർ കൂടുമ്പോൾ നമ്മളെ എത്രത്തോളം ഇത് ആ സമയത്തെ കാലാവസ്ഥ ഡീറ്റെയിൽസ് അറിയിക്കാനായിട്ടുള്ള സിനോപ്റ്റിക് ഒബ്സർവേറ്ററി. അവിടെയാണ് ഒബ്സർവേറ്ററി കാലാവസ്ഥ ഉപകരണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. തെർമോമീറ്റർ കണ്ടിട്ട് കാണുള്ളത് കണ്ടിട്ടുണ്ട്. അതുപോലെ ടെമ്പറേച്ചർ നോക്കാനൊക്കെ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ മെർക്കുറി തെർമോമീറ്റർ ആയിരുന്നു. ഇപ്പോൾ ഇത് മാറും, നമ്മുടെ ഇൻഫ്രാറെഡ് തെർമോമീറ്ററുകളൊക്കെ വന്നു. അത് ഡ്രൈ ബൾബ് തെർമോമീറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള അന്തരീക്ഷത്തിൻ്റെ ചൂട് എത്രയാണെന്ന് അറിയാനൊക്കെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ ഇത് ഇവിടെ പ്രവർത്തിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇത് നമ്മൾ ഇപ്പോൾ ഈ ഒരു മേഖലയിൽ അല്ല, ഇപ്പം ശരിക്കും കാലാവസ്ഥേനെ ഡിറ്റർമിൻ ചെയ്യുന്നതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ. നമുക്കറിയാം എത്രത്തോളം ചൂടുണ്ട് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ ആ ചൂട് അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ് അറിയാനായിട്ടാണ് ഈ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും ഇതൊക്കെ തന്നെയാണോ അതോ? ഇപ്പോഴും ഒബ്സർവേറ്ററികൾ ഇത് തന്നെയാണ്. അതിന് ഡിജിറ്റൽ വന്നിട്ടുണ്ട്. 2025 കൂടി മെർക്കുറി കംപ്ലീറ്റ് വരുത്തണം എന്നുള്ളതാണ് WMO പറഞ്ഞത്. പിന്നെ ഇത് ഇപ്പോൾ നമ്മൾ നോർമൽ ഒബ്സർവേറ്ററി ഇല്ലാതെ എയർപോർട്ടുകളിലൊക്കെ ശരിക്കും ഊഷ്മാവ് പോലെ തന്നെയാണ് നമ്മുടെ ഹ്യൂമിഡിറ്റി. അത്രത്തോളം ഹ്യൂമിഡിറ്റി ഉണ്ടെന്ന് അറിയണം. അപ്പോൾ ഹ്യൂമിഡിറ്റി എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു തെർമോമീറ്ററും വെറ്റായിട്ടുള്ള തെർമോമീറ്ററിൻ്റെയും ടെമ്പറേച്ചറിൻ്റെ കമ്പാരിസൺ വെച്ചിട്ടാണ് ഹ്യൂമിഡിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ വേർണിംഗ് സൈക്രോമീറ്റർ എന്നാണ്. ഇതൊരു പർട്ടിക്കുലർ സ്പീഡിൽ കറക്കി കഴിയുമ്പോഴത്തേനും 2 ടെമ്പറേച്ചർ എത്രയാണെന്ന് നോട്ട് ചെയ്യും. ഡ്രൈ ബൾബും വെറ്റ് ബൾബും. വൺസ് അത് നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 2 വാല്യൂസിൽ നിന്ന് ഹ്യൂമിഡിറ്റി ഡേറ്റ എടുക്കാൻ പറ്റും. എത്രയാണെങ്കിൽ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി. യൂഷ്വലി 100% ഹ്യൂമിഡിറ്റി ഉള്ള ഒരു സമയമാണ്. നല്ല മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ ഈ 2 തെർമോമീറ്ററിലെ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. ഇത് തമ്മിൽ എത്രത്തോളം ഡിഫറൻസ് വരുന്നു അത്രത്തോളം ഡ്രൈ ആയിരിക്കുകയാണ്. അപ്പം ഡിസംബർ സമയത്തൊക്കെ നമുക്ക് ചുണ്ടൊക്കെ വരുന്നതായിട്ട് തോന്നിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലുള്ള ഈർപ്പം കുറയുന്നതുകൊണ്ടാണ്. നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ഈർപ്പം പുറത്തോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ചുണ്ട് ഡ്രൈ ആയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിൽ സൈക്രോമീറ്ററിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നല്ല കൂടുതലാണ്. എത്രത്തോളം അടുത്തിരിക്കുന്നു അത്രത്തോളം അന്തരീക്ഷത്തിൽ മോയ്സ്ചറിൻ്റെ കണ്ടന്റ് കൂടുതലാണ്. ഇത് മാക്സിമം തെർമോമീറ്റർ, ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയാനായിട്ട് ഉപയോഗിക്കുന്നത് തെർമോമീറ്റർ. ആകെ ഒരു വ്യത്യാസം ഇതിനകത്തൊരു ചെറിയ കൺസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ ആ കൺസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ചാൽ വൺസ് ഈ തെർമോമീറ്റർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചൂടിനനുസരിച്ച് മെർക്കുറി എന്ന് പറയുന്ന മെറ്റലാണ്, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മെറ്റലാണ്. അത് എക്സ്പാൻഡ് ചെയ്യും. വൺസ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കുറയുമ്പോൾ അതിനനുസരിച്ച് താഴോട്ടും വരും. പക്ഷേ മാക്സിമം തെർമോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം വാല്യൂവിനെ കാണിക്കണമല്ലോ. വൺസ് ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പുറകോട്ട് വരില്ല. ആ പുറകോട്ട് വരാതിരിക്കാനായിട്ട് ഒരു കൺസ്ട്രക്ഷൻ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ നമുക്ക് ആക്ച്വലി ഓരോന്നും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ആൾക്കാരിങ്ങനെ വന്ന് എടുത്ത് നോക്കുന്നതാണ് അതിൻ്റെ വാല്യൂ മാറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ ടെമ്പറേച്ചർ 32 ഒക്കെയാണ്, 32 ഡിഗ്രി. നമ്മുടെ ബിൽഡിങ്ങിനകത്തായതുകൊണ്ട് എക്സാക്ട് വാല്യൂ നമുക്ക് കൃത്യമായിട്ട് അത് നമുക്ക് നോക്കാൻ പറ്റും. ബ്ലാക്ക് കളറിൽ മെർക്കുറിയുടെ പൊസിഷൻ എവിടെയാണോ അതാണ് ഇപ്പോൾ 31 ആണ്. 31 ആണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. ഇത് വൺസ് ടെമ്പറേച്ചർ കൂടുമ്പം നമ്മളിപ്പം
കൈ പിടിച്ചാൽ കാണാം സ്ലോലി ആ മെർക്കുറി മുന്നോട്ട് നീങ്ങുന്നതാണ്. കണ്ടോ, അത് മുന്നോട്ട് നീങ്ങുന്നത്, അത് എക്സ്പാൻഡ് ചെയ്യും. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37.5 ആണ്. അപ്പോൾ അതിനനുസരിച്ച് അത് കൂടും. വൺസ് ഈ കൈ വിട്ടാൽ ഇത് തിരിച്ചു വരില്ല, കാരണം ഇത് മാക്സിമത്തിൽ പോയി മാക്സിമത്തിൽ നമ്മൾ മാക്സിമം ടെമ്പറേച്ചർ ഒരു ദിവസത്തിൽ മെഷർ ചെയ്യുന്നത് വൈകുന്നേരം 5:30. അന്ന് ആ 5:30 വരെയുള്ള സമയത്തെ മാക്സിമം ടെമ്പറേച്ചറാണ് നമ്മൾ ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചറായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. മിനിമം അതുപോലെ മിനിമം ശരിക്കും മോർണിംഗ് 8:30. ഒരു ദിവസത്തെ കാലാവസ്ഥയുടെ ഇത് പറയുന്നത് 24 മണിക്കൂർ, രാവിലെ 8:30 മുതൽ അടുത്ത ദിവസം 8:30 വരെയാണ്. അപ്പോൾ മഴയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ മഴ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാവിലെ 8:30 മുതൽ ഇന്ന് രാവിലെ 8:30 വരെയുള്ള മഴയാണ്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ 15 സെൻറ്റിമീറ്റർ മഴ പെയ്തെന്ന് പറഞ്ഞാൽ ഇന്നലെ രാവിലെ മുതൽ ഇന്ന് രാവിലെ വരെ അതൊരു കണക്കുണ്ട് 24 hours. ആ സമയത്ത് മാക്സിമം മിനിമം നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്തത്. പിന്നെ ഇത് അതിപ്പോൾ വിൻഡിൻ്റെ കാര്യത്തിൽ ടെമ്പറേച്ചർ വയ്ക്കാം. അടുത്ത മെയിനായിട്ടുള്ള കമ്പോണൻ്റാണ് പ്രഷർ, അന്തരീക്ഷ മർദ്ദം എന്ന് പറയും. പ്രഷർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എയറിന് അതിന് മേലെയുള്ള എയറിന് എത്ര വെയിറ്റ് കിട്ടുക എന്നുള്ളതാണ് സിമ്പിളി പ്രഷർ. അപ്പോൾ അങ്ങനെ പ്രഷർ കളക്കാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബാരോമീറ്റേഴ്സാണ്. ചെറിയ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാരോമീറ്റേഴ്സാണ്. അപ്പോൾ ഇത് അനിറോയിഡ് ബാരോമീറ്റർ എന്ന് പറഞ്ഞൊരു ബാരോമീറ്ററാണ്. ഇത് അതിൻ്റെ തന്നെ ഡിജിറ്റൽ, ഇപ്പോൾ ഉള്ളത് ഡിജിറ്റൽ ബാരോമീറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഡിജിറ്റൽ ഗുണമെന്ന് വിചാരിക്കുന്നത് അത് ഡിജിറ്റൽ ബാരോമീറ്റർ. ഇതിൽ നമ്മൾ മാനുവലായിട്ട് മെഷർ ചെയ്യും, ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് മെഷർമെൻറ്റ് വരും. പിന്നെ ഇതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഏത് സമയത്താണോ പോയി കാണുന്നത് ആ സമയത്താണ് നമുക്ക് പ്രഷറും ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോഗ്രാഫിക് ചാർട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ക്ലോക്ക് ഡ്രം ആയിരിക്കും. ഇത് വളരെ സ്ലോലി, അതായത് ഒരു ഫുൾ റൊട്ടേഷൻ 24 മണിക്കൂർ കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പ് ക്ലോക്ക് ആയിരിക്കും. അത് കണ്ടിന്യൂസ്ലി ഇതിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെർമോഗ്രാഫാണ്. അതായത് ഇതൊരു ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറയും. ഇത് പഴയ ഇൻസ്ട്രുമെൻ്റാണ് ബൈമെറ്റാലിക് സ്ട്രിപ്പ്. അതായത് ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ 2 ലോഹങ്ങളുടെ കൂട്ടിച്ചേർത്തിട്ടുണ്ടാക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത വെച്ചാൽ അത് ടെമ്പറേച്ചർ അനുസരിച്ച് അതിൻ്റെ നീളം കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ഇത് മേലോട്ടോ താഴോട്ടാകും, അത് ഇതിനകത്ത് പ്ലോട്ട് ചെയ്യും. അതുപോലെ ഇത് ഹൈഗ്രോഗ്രാഫ്. ഹൈഗ്രോഗ്രാഫ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള ആർദ്രത, അതായത് ഹ്യൂമിഡിറ്റി എത്രയാണെന്ന് അറിയാനായിട്ട് ഹൈഗ്രോഗ്രാഫ്. ഇതിനകത്ത് നമുക്ക് പലർക്കും നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിച്ചറിയാം നമ്മുടെ മുടി അത്ര ഒതുങ്ങിയിരിക്കുന്നു, അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമുക്ക് പലപ്പോഴും തോന്നി, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് നമ്മുടെ മോയ്സ്ചറിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലുള്ള മുടിയുടെ നീളം കൂടുകയും കുറയുകയും ചെയ്യും. അങ്ങനൊരു പ്രതിഭാസം നമ്മുടെ മുടിക്കണം. അപ്പം അതുപോലെ മുടി വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് ഫ്രഞ്ച് ബ്ലോണ്ട് ഹെയർ ആണ്. അതായത് ഫ്രഞ്ചിലുള്ള ബ്ലോണ്ട് സ്ത്രീകളുടെ മാത്രം ഹെയർ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് അതിവിടെ കണക്ട് ചെയ്യും. അതിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള വേരിയേഷൻ ആയിരിക്കും ഏത് നമ്മുടെ ആർദ്രതയ്ക്ക് അനുസരിച്ച്. പക്ഷെ അതിനെ മാഗ്നിഫൈ ചെയ്തിട്ട് നമ്മൾ ഇതിൽ പ്ലോട്ട് ചെയ്യും. ഓക്കെ, അതിന് ഹെയർ ഹൈഗ്രോഗ്രാഫ് എന്നാണ് ഇത്. ഹെയർ ഹൈഗ്രോഗ്രാഫ്. പിന്നെ ഇത് റെയിൻഫോൾ മെഷർ ചെയ്യുന്നത് SRRG, സെൽഫ് റെക്കോർഡിംഗ് റെയിൻ ഗേജ് എന്ന് പറയും. ഇതിനകത്ത് നേരത്തെ പറഞ്ഞിട്ട് മഴ നമുക്ക് 24 മണിക്കൂർ ശേഷമാണ് മഴ അളക്കുന്നത് നിയമം. നമുക്ക് ശരിക്കും നോർമലായിട്ടുള്ള റെയിൻ ഗേജസിന് 2 തരത്തിലാണ്. ഓർഡിനറി റെയിൻ ഗേജ്, സെൽഫ് റെക്കോർഡിംഗ് റെയിൻ ഗേജ്. ഓർഡിനറി റെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇതുപോലൊരു മഴ മാതിരി നമ്മൾ ഒരിടത്ത് വെക്കുന്നു. അടുത്ത ദിവസം രാവിലെ 8:30 പോയി എത്രത്തോളം മഴ പെയ്തു എന്നുള്ളത് മെഷറിംഗ് ചാനൽ അളന്ന് നോക്കിയിട്ടാണ് ഇത്ര MM നമ്മൾ പണ്ട് സ്കൂളിൽ ചെയ്യുന്ന പോലെ. അത് തന്നെ. അപ്പം അതുപോലെ തന്നെ ഇത് സെയിം പ്രവർത്തനമാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിലൊരു ക്ലോക്ക് ഡ്രം ഉണ്ടാവും. ആ ക്ലോക്ക് ഡ്രമ്മിൽ ഈ ചാർട്ട് വെച്ചിട്ടുണ്ടാവും, ചാർട്ട് ചുറ്റിയിട്ടുണ്ടാവും. എന്നിട്ട് ആ ക്ലോക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് പയ്യെ അതിൽ എത്ര മഴ റെക്കോർഡ് ചെയ്തു എന്നുള്ളത് അറിയിക്കാനായിട്ട്. അപ്പം ഇതിനകത്ത് സൈഫണിംഗ് എന്നുള്ളൊരു പ്രവർത്തനം വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും, ഈ റെയിൻഫോളിൻ്റെ ചാർട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 മുതൽ 10 mm, 0 മുതൽ 10 mm വരെ. അപ്പം 1 സെൻറ്റിമീറ്റർ മഴ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഇത് താഴെ പോയി വീണ്ടും 1 സെൻറ്റിമീറ്റർ മഴ വീണ്ടും അത് റെക്കോർഡ് ചെയ്യും. 1 സെൻറ്റിമീറ്റർ വീണ്ടും താഴെ പോയി വീണ്ടും റീസെറ്റ് ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യും. നമ്മൾ ഈ ഒരു ഏരിയയിൽ കളക്ട് ചെയ്യുവാണ് ആക്ച്വലി അതൊരു തണൽ വരിയിലേക്ക് വീഴുക. ഇത്തിരി സൗണ്ടിലെന്ന് പറയാം. ഈ ഒരു സർഫസ് ഏരിയയിൽ വെള്ളം കളക്ട് ചെയ്തിട്ട് അത് ഇതിനകത്തേക്ക് വീഴുവാണ് ശരിക്കും. ഇത് കവർ ചെയ്താണ് വെക്കുക. നമുക്ക് സൈക്കിളിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിയെന്നുള്ളൂ. ആക്ച്വലി ഇതിങ്ങനെ ആയിരിക്കും, ഇത് ഇങ്ങനെ ആയിരിക്കും, കവേർഡ് ആയിരിക്കും. നിങ്ങൾ പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. വരുന്ന വെള്ളം ഇതിനകത്ത് കൂടി കളക്ട് ചെയ്തിട്ട് നേരെ ഈ കളക്ടറിലേക്ക് പോകുന്നത്.
ആക്ച്വലി എല്ലാം കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിനകത്തുകൂടി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വെള്ളം വീഴുന്നതനുസരിച്ച് ഇതിൽ പെൻ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ലെവൽ റൈസ് ചെയ്ത് വരും. പറഞ്ഞ പോലെ 10 മില്ലിമീറ്റർ അഥവാ 1 സെന്റിമീറ്റർ ആകുമ്പോൾ സൈഫണിങ് നടക്കും. അതായത് ഈ വെള്ളം കളഞ്ഞിട്ട് ഇത് തിരിച്ച് താഴേക്ക് 0-ലേക്ക് വരും. റൈസ് ചെയ്യുന്നതാണ്, റൈസ് ചെയ്ത് വരുന്നുണ്ട്. ഇതിൽ പെൻ കണക്റ്റഡ് ആയിരിക്കും ആക്ച്വലി മറ്റേ അതിലെ പോലത്തെ. കറസ്പോണ്ടിങ് ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് വീഴും. എത്രത്തോളം വെള്ളം വീഴുന്നതനുസരിച്ച് ഇതിനകത്ത് ഗ്രാഫ് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും മുകളിലേക്ക്. ഇപ്പോൾ 10 മില്ലിമീറ്റർ, അതായത് ഒരു സെന്റിമീറ്റർ എത്തുമ്പോഴത്തേക്ക് ആക്ച്വലി ഇത് സൈഫണിങ് പ്രോസസ്സ് നടക്കും. ഇതിലൂടെ നമുക്ക് വെള്ളം താഴേക്ക് വരും. അപ്പോൾ നേരെ ആക്ച്വലി നമുക്കൊരു നമുക്കൊരു 100 mm എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ചാർട്ടിൽ മുകളിലേക്ക് വരയ്ക്കാനാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ആക്ച്വലി 10 mm വരുമ്പോൾ സൈഫണിങ് പ്രോസസ്സ് വഴി താഴേക്ക് വരും, വീണ്ടും മുകളിലേക്ക് പോകും. പിന്നെ അതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്തെടുക്കും. ഇത്രയും പറഞ്ഞത് മാനുവലായിട്ടുള്ള, അതായത് ഒരു ഒബ്സർവേറ്ററിയിൽ ആളുകൾ സ്റ്റാഫുള്ള ഒരു ഒബ്സർവേറ്ററികളിലാണ് ഇത്രയൊക്കെ പ്രോസസ്സ് നടക്കുന്നത്. അതുപോലെ ഒരുപാട് സ്റ്റേഷനുകൾ നമുക്ക് വെക്കാൻ പറ്റത്തില്ല, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഇപ്പോൾ നമ്മളിൽ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ സ്ഥാപിക്കും. മനസ്സിലായി? കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിരിക്കും. അതിനകത്ത് പവർ സോഴ്സിന് സോളാർ പാനലും ബാറ്ററി ഉണ്ടാവും. ഈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാവും. പിന്നെ പ്രഷറിന്, പിന്നെ റെയിൻഫോളിന് എല്ലാം ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് അതൊരു ഡേറ്റാ ലോഗറിൽ കളക്ട് ചെയ്തിട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്യും. എത്ര ഫ്രീക്വൻസി, ഇപ്പോൾ 15 മിനിറ്റ്, 30 മിനിറ്റ്, 1 മണിക്കൂർ നമുക്കിഷ്ടമുള്ള ഫ്രീക്വൻസിയിൽ നമുക്കിഷ്ടമുള്ള ലൊക്കേഷനിലോട്ട് സാറ്റലൈറ്റ് വഴിയോ GSM മൊബൈൽ ടെലിമെട്രി വഴിയോ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു മിനിയേച്ചർ മോഡൽ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇതൊരു യൂഷ്വലി നമ്മൾ സർഫസ് വിൻഡ്, അതായത് നമ്മൾ കാറ്റിൻ്റെ ഇത് അറിയിക്കുന്നത് 10 മീറ്റർ ഹൈറ്റിലാണ്. നിലത്തുകൊണ്ട് 10 മീറ്റർ ഹൈറ്റിലുള്ള വിൻഡിനെയാണ് സർഫസ് വിൻഡ് എന്ന് പറയുന്നത്. അപ്പം കാരണം വെച്ചാൽ ഗ്രൗണ്ടിൽ നമുക്ക് സർഫസിന്റെ ഫ്രിക്ഷൻ കാരണം വിൻഡിന്റെ വ്യത്യാസം ഉണ്ടാവും. കുറച്ച് ഗ്രൗണ്ടിലാണ് ഇത്ര ഹൈറ്റ് ആകുമ്പോഴത്തേക്കാണ് നമ്മൾ ആക്ച്വലി സർഫസ് വിൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു മിനിയേച്ചർ മോഡലാണ്. ഇങ്ങനെ ഒരു 10 മീറ്ററിൻ്റെ ഒരു മാസ്റ്റ് ഉണ്ടാവും. മാസ്റ്റിൻ്റെ ടോപ്പിൽ ഒരു വിൻഡ് സെൻസിങ് എന്നൊരു ഇൻസ്ട്രുമെൻ്റ് കാണും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്രാസോണിക് വിൻഡ് സെൻസറാണ്. അൾട്രാസൗണ്ട് യൂസ് ചെയ്ത് വിൻഡിൻ്റെ സ്പീഡും ഡയറക്ഷനും കണ്ടുപിടിക്കുന്ന ഒരു വിൻഡ് സെൻസർ ഉണ്ടാവും. പിന്നെ ഒരു ഡാറ്റ ലോഗർ, ഈ പറയുന്ന വിൻഡ് ഇതൊരു ടെമ്പറേച്ചർ സെൻസറായിരിക്കും. ടെമ്പറേച്ചർ സെൻസർ, പിന്നെ പ്രഷർ, പിന്നെ ഇത് റെയിൻ ഗേജ്. ഇതൊരു മിനിയേച്ചർ മോഡലായിട്ട് ചെയ്തേക്കുന്നത് റെയിൻ ഗേജ്. ഈ ഡേറ്റകളെല്ലാം ഒരു ഡാറ്റ ലോഗറിലേക്ക് വരും. ആ ഡാറ്റ ലോഗറിൽ നിന്ന് ആൻറ്റിന വഴി നമുക്ക് ഡാറ്റ വരും. അപ്പോൾ ഇതിനൊരു മാനുവൽ ഇൻ്റർവെൻഷൻ്റെ ആവശ്യം. നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിപ്ലൈ തരും. ഇപ്പോൾ സപ്പോസ് ഒരിടത്തൊരു വലിയ മഴയുണ്ട്, ഒരു ഉൾക്കാട്ടിൽ ഒരു ഭയങ്കര മഴയുണ്ടായി, വെള്ളപ്പൊക്കം വരുന്നു എന്ന് പറയുകയാണെങ്കിൽ ആ സമയത്ത് അവിടെ മഴയുണ്ടായെന്ന് അറിയാനായിട്ട് നമ്മളൊരു SMS അയച്ചാൽ ഈ ലോഗർ തിരിച്ച് നമുക്ക് റിപ്ലൈ തരും. അതുമാത്രമല്ല ഒരു 15 മിനിറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡാറ്റ നമ്മുടെ IMD വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ജനറൽ പബ്ലിക്കിന് ആർക്ക് വേണമെങ്കിലും. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എറണാകുളത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്യും. അപ്പോൾ അടുത്ത ദിവസം 8:30 വരെ കാത്തു നിൽക്കാൻ പറ്റില്ല. കാരണം എത്രത്തോളം മഴ ഇറങ്ങി വന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റീസിനൊക്കെ ആണെങ്കിൽ അവരെ ഒരു ഡിസിഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ഇൻപുട്ട് കിട്ടണം. അതിനനുസരിച്ച് അവരൊരു തീരുമാനം എടുക്കണം. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ ഡാറ്റ ഓപ്പൺലി അവൈലബിൾ ആണ് IMDയുടെ വെബ്സൈറ്റിൽ. പബ്ലിക്കിനെ എടുത്ത് നോക്കാൻ പറ്റും. അങ്ങനെ കേരളത്തിലെ ഏകദേശം 100ഓളം ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളുണ്ട്. പിന്നെ റെയിൻ ഗേജ് മാത്രം മെഷർ ചെയ്യുന്ന ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ, ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് സ്റ്റേഷൻസ് അങ്ങനെയുള്ളതും ഏകദേശം 36ഓളം ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് സ്റ്റേഷൻസ്. 2018 പ്രളയത്തിന് ശേഷമാണ് ഈ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ കേരളത്തിൽ ഇത്ര എക്സ്റ്റൻസീവായിട്ടുള്ളത്. നേരത്തെ 15ഉം 36ഉം അങ്ങനെയായിരുന്നു. അതിനുശേഷം സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടെ ഒന്നിച്ച് ഏകദേശം 100ഓളം AWS ഇൻസ്റ്റാൾ ചെയ്തു. ഇതതിൻ്റെ ഒരു ഡാറ്റ ലോഗറാണ്. ഇതിനകത്ത് പലതരത്തിലുള്ള സെൻസറുകൾ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം ഇത് ഈ ട്രാൻസ്മിറ്റർ, ഇതിൻ്റെ ഒരു ട്രാൻസ്മിറ്ററാണ്. ഇത് ആൻറ്റിന വഴി സാറ്റലൈറ്റിലേക്ക് നമുക്ക് ഡാറ്റ കൊടുക്കും. സാറ്റലൈറ്റിൽ നിന്നുള്ള ഡാറ്റ ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് സ്റ്റേഷൻ ഉണ്ടാവും. IMDയുടെ ഗ്രൗണ്ട് സ്റ്റേഷൻ പൂനെയിലായിരിക്കും. പൂനെയിലുള്ള ഗ്രൗണ്ട് സ്റ്റേഷനിലോട്ട് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യും. അവിടുന്ന് അത് വെബ്സൈറ്റിലാക്കും. പിന്നെ ഇതിൻ്റെ ടൈമും ലൊക്കേഷനൊക്കെ അറിയാനായിട്ട് ഈ GPS ആയിട്ട് പിന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സാറ്റലൈറ്റിൻ്റെ ഓറിയൻറ്റേഷൻ അറിയണം. ഓരോ സ്ഥലത്തും ഓരോ പർട്ടിക്കുലർ സ്റ്റേഷനും സാറ്റലൈറ്റ് ഉണ്ട്. നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പണ്ട് ഡിഷ് ആൻറ്റിന തിരിച്ച് നമ്മൾ കറക്റ്റായിട്ട് ചാനലും കണ്ടു. അതെന്ന് പറഞ്ഞാൽ ശരിക്കും സാറ്റലൈറ്റുമായിട്ടുള്ള ഓറിയൻറ്റേഷൻ ചെയ്യും. അപ്പോൾ ഓരോ പർട്ടിക്കുലർ സ്റ്റേഷനിലും സാറ്റലൈറ്റിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എത്ര ആംഗിളാണെന്ന് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു
ഇൻക്ലിനോമീറ്റർ. ഇനി ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് നമ്മുടെ സർഫസ് ലെവലിൽ ഉള്ള കാര്യങ്ങൾ അറിയുക എന്നുള്ളതാണ്. അപ്പം കാലാവസ്ഥയെ സംബന്ധിച്ച് നമ്മുടെ ഗ്രൗണ്ടിലുള്ള കാര്യം മാത്രം അറിഞ്ഞാൽ പോരാ, അന്തരീക്ഷത്തിന് മുകളിലോട്ടുള്ള ഇതും എങ്ങനെയാണ് നടക്കുന്നത്, അവിടുത്തെ ടെമ്പറേച്ചർ ഓരോ ലെയറിൽ. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഗ്രൗണ്ടിലൊരു വിൻഡ് പോകുന്ന പോലെ അന്തരീക്ഷത്തിൻ്റെ മുകളിലോട്ടും പല ലെയറുകളിൽ പല വേഗതയിലും പല ഡയറക്ഷനിലും വിൻഡുണ്ട്. ഓക്കെ, അപ്പം അത് നമ്മളെങ്ങനെ അറിയും എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അതിന് നമുക്ക് ഒന്ന് റിലേ ചെയ്യാൻ പറ്റുന്ന സാറ്റലൈറ്റ്സ് ആണ്. സാറ്റലൈറ്റ്സ് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം കാറ്റുണ്ട്, കാറ്റിൻ്റെ ഗതിയും അതിൻ്റെ വേഗതയൊക്കെ അറിയാൻ പറ്റും. പക്ഷെ അതിനൊരു കുഴപ്പമെന്ന് വെച്ചാൽ അത് നമ്മളൊരു ഇൻ സിറ്റു ഇൻഫർമേഷൻ അല്ല, അതായത് നമ്മൾ അവിടെ ചെന്ന് മെഷർ ചെയ്യുന്നത്, ശരിയല്ലേ? നമ്മളിത് ഡിറൈവ് ചെയ്തെടുക്കുന്നത് സാറ്റലൈറ്റ് ഇമേജസ് ഇന്ന് ക്ലൗഡിൻ്റെ മുകളിൽ ചെയ്യും. പക്ഷെ അതിന് ആക്യുറസി കുറവായിരുന്നു, ശരിയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് അപ്പർ എയർ ഡേറ്റ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ഹൈഡ്രജൻ ബലൂൺ പലപ്പോഴും കണ്ടിട്ടാണ് ഞാൻ ഓഫീസിൽ നിന്ന് രാവിലെ 4:30ക്കും അത് തന്നെ മോർണിംഗ് 4:30ക്കുണ്ട്. ഇതുപോലെ ഹൈഡ്രജൻ നിറച്ച ബലൂണുകളിൽ ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതിന് GPS ബേസ്ഡ് റേഡിയോ സോണ്ടേഴ്സ് എന്നതിന് പറയാം. റേഡിയോ സോണ്ടേ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പർ എയറിലുള്ള ടെമ്പറേച്ചർ, പ്രഷർ, കാറ്റിൻ്റെ ഗതി, അതിൻ്റെ വേഗത, വിൻഡ് സ്പീഡ് ആൻഡ് വിൻഡ് ഡയറക്ഷൻ, ഇത്രയും മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് റേഡിയോ സോണ്ടർ. ഇതൊരു 50 അടി, അത് 10 മീറ്ററിൻ്റെ ഒരു ത്രെഡ് ഉണ്ടാവും. ഇത് മേലോട്ട് പോകുന്നവർ ഇങ്ങനെ അൺവൈൻഡ് ചെയ്ത് വരും. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ തെർമോമീറ്റർ ആണ്, ഇപ്പോൾ മെർക്കുറി തെർമോമീറ്ററാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചത്. അപ്പോൾ അതുകൂടാതെ ഇതൊരു തെർമിസ്റ്ററാണ്, അതായത് ടെമ്പറേച്ചറിനനുസരിച്ച് റെസിസ്റ്റൻസ് എന്ന് പഠിച്ചിട്ട് കാണും അല്ലേ, ആ റെസിസ്റ്റൻസ് വേരി ചെയ്യുന്ന ഒരു എലമെൻ്റാണ് തെർമിസ്റ്റർ. അപ്പോൾ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് വേരി ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് എത്രയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് മനസ്സിലാവും. പിന്നെ ഇത് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ഹ്യൂമി ക്യാപ്പ് എന്ന് പറയും. അതായത് കപ്പാസിറ്റർ കേട്ടിട്ട് കാണും അല്ലേ. അപ്പോൾ കപ്പാസിറ്റർ എന്ന് പറയുന്നതിൻ്റെ കപ്പാസിറ്റൻസ് വേരി ചെയ്യുന്നതിന് അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്നുള്ളൊരു പ്രോപ്പർട്ടി വരും. അപ്പോൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് മോയ്സ്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മോയ്സ്ചർ കൂടുതലുണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് വേരി ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എത്രയാണ് കപ്പാസിറ്റൻസ് എന്നുള്ള വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, എത്രത്തോളം മോയ്സ്ചർ ഉണ്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഹ്യൂമിഡിറ്റി കിട്ടും. പിന്നെ ഇതിനകത്ത് GPS ഡേറ്റയാണ്. നമുക്കറിയാമല്ലോ വണ്ടിയിൽ നമ്മുടെ മൊബൈലിലൊക്കെ GPS ഉണ്ട്. ആ പൊസിഷൻ വെച്ചിട്ട് നമുക്കിത് എത്രത്തോളം അങ്ങോട്ടും നീങ്ങുന്നതനുസരിച്ച് കാറ്റിൻ്റെ വേഗത മനസ്സിലാക്കും. അതേ GPS ഡേറ്റയിൽ നിന്ന് പ്രഷറും കിട്ടും. അങ്ങനെ പ്രഷർ, വിൻഡ് സ്പീഡ്, വിൻഡ് ഡയറക്ഷൻ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഈ 5 പാരാമീറ്റേഴ്സ് ഇത് ഓരോ സെക്കൻഡിലും മെഷർ ചെയ്ത് ഈ ആൻറ്റിന ഉപയോഗിച്ച് തിരിച്ച് ഭൂമിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മുടെ ബിൽഡിങ്ങിൽ ഒരു റിസീവർ ആൻറ്റിന ഉണ്ട്. ആ റിസീവർ ആൻറ്റിനയിലെത്തും. റിസീവർ ആൻറ്റിനെത്തി ഇത് ഗ്രൗണ്ട് റിസീവേഴ്സാണ്. ഈ റിസീവർ അതിനെ ഡീകോഡ് ചെയ്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെ സഹായത്തോടുകൂടി നമുക്ക് കൃത്യമായിട്ടുള്ള വരും. അപ്പം ഇതതിൻ്റെ ഒരു ഗ്രൗണ്ട് ചെക്കാണ്. ഗ്രൗണ്ട് ചെക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം നമ്മൾ ഓരോ ഇൻസ്ട്രുമെൻറ്റ്, ഇത് ആക്ച്വലി വൺസ് മാത്രം ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്, റീയൂസ് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ പടിഞ്ഞാറ് നിന്നുള്ള കാറ്റാണെങ്കിലും കുറേ അങ്ങോട്ട് മേലെ ചെന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ കിഴക്ക് നിന്നുള്ള കാറ്റ് വന്ന് ഇൻസ്ട്രുമെൻ്റ് എല്ലാം പോയി മോസ്റ്റ്ലി കടലിൽ പോയാണ് വീഴുന്നത്. പിന്നെ ഇത് ഈ ബലൂണിൻ്റെ വലിപ്പം അനുസരിച്ച് 25 മുതൽ 35 കിലോമീറ്റർ വരെ മേലെ പോകും ഈ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ആ ഒരു 30 കിലോമീറ്റർ ആ ഒരു റേഞ്ചിലെ ടെമ്പറേച്ചർ -80 ബിലോ ആയി, -80 to -90. അപ്പോൾ ആ ഒരു ലെവലിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ ഇലക്ട്രോണിക്സ് ഒക്കെ ഏകദേശം തീരുമാനം. പക്ഷേ ഇത് ഈ മിലിറ്ററി ഗ്രേഡ് സാധനമാണ്. -90 -100 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് കൃത്യമായ കാര്യങ്ങളില്ല. പക്ഷെ നമുക്കിത് റിക്കവർ ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ റിക്കവറി റീയൂസിൽ വെച്ച് നോക്കുവാണെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യാൻ നോക്കാം. ഒരു ചോദ്യം ഉണ്ടായതിൽ എത്രയായിരിക്കും ഒരു ദിവസത്തെ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഏകദേശം 10,000 to 15,000 per person ഒരു ദിവസത്തെ ചിലവ്. പക്ഷേ ഇതുണ്ടെങ്കിൽ അതേപോലെ നമ്മൾ ഈവനിങ് അസെൻഡ് രാവിലെ 4:30 ഒരു അസെൻഡ് ചെയ്യും. അതായത് ഈവനിങ് നമ്മൾ അതേപോലെ ഒരു അസെൻഡ് ചെയ്യും. ഒരു സ്റ്റേഷനിൽ 2 അസെൻഡ് ഒരു ഡേ. ഈ 2 അസെൻറ്റിനും കൂടിയാണ് ഈ റേറ്റ് വരുന്നത്. അങ്ങനെ ഇന്ത്യയിൽ ഏകദേശം 68 ഒബ്സർവേറ്ററീസ് ഉണ്ട്. പക്ഷേ ഇതല്ലാതെ നമുക്ക് കൃത്യമായിട്ടുള്ള അപ്പർ എയറിലുള്ള ഡേറ്റ നമുക്ക് കിട്ടും. ഇതാണ് ഇപ്പം നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടാണ് ചക്രവാത ചുഴി ഉണ്ടായി അല്ലെ, സൈക്ലോണിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു ചുഴലിക്കാറ്റ് സൈക്ലോൺ തീവ്ര സൈക്ലോൺ ആവുന്നത് അതിൻ്റെ മൂവ്മെൻറ്റ് ഡയറക്ഷനിൽ നമുക്ക് ഒരിക്കലും നിലത്ത് നിന്നുകൊണ്ട് മാത്രം പ്രവചിക്കാൻ പറ്റത്തില്ല. അതിന് അപ്പർ എയറിലുള്ള വിൻഡിൻ്റെ ഡേറ്റ വേണം. അപ്പം അങ്ങനെയുള്ള ഡേറ്റകൾ കിട്ടണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇതെല്ലാം സ്റ്റേഷൻ കൂടിയാണ് എന്താ ഇതെല്ലാം സ്റ്റേഷൻ വേറെ തിരുവനന്തപുരത്തുണ്ട്, ലക്ഷദ്വീപിൽ മിനിക്കോയ് ഐലൻഡ്സിലുണ്ട്, പിന്നെ മേലോട്ട് പോയിട്ടുണ്ടെങ്കിൽ മംഗലാപുരത്തുണ്ട്.
ഇന്ത്യയിൽ ടോട്ടലായിട്ട് 56 സ്റ്റേഷനിലാണ് ഇത് ജിന്യാങ് എന്ന് പറയുന്നൊരു കൊറിയൻ കമ്പനിയുടെ ആണ്. ഇന്ത്യയിലൊക്കെ ഈ ടെക്നോളജിയൊക്കെ വളരെ നേസൻ്റ് ആയിട്ടുള്ള ഇതാണ്. കാരണം നമുക്കിത് നമ്മൾ ഇന്ത്യയുടെ കാലാവസ്ഥ ഏജൻസി ആണെങ്കിൽ പോലും ഈ കാലാവസ്ഥയ്ക്ക് മാത്രം അതിർവരമ്പുകളില്ല. അതായത് എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേഷൻ വേണം. ഇതിനെല്ലാം ഓവർസീ ചെയ്യുന്ന ഏജൻസി എന്ന് പറഞ്ഞാൽ ലോക കാലാവസ്ഥ നിരീക്ഷണത്തിൻ്റെ WMO, വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ. അവരുടെ നോംസും ഇതും അനുസരിച്ച് മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിക്കണമെങ്കിൽ പോലും അവർ പെർമിറ്റ് ചെയ്ത ഇൻസ്ട്രുമെൻറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ യൂഷ്വലി WMOയ്ക്ക് ഒരു പുതിയ ഇൻസ്ട്രുമെൻറ്റ് അവർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം 2 വർഷം ഏതെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേഷനുകളിൽ 2 നേരം ഇൻസ്ട്രുമെൻ്റ് എടുത്ത് അതിൻ്റെ ഡേറ്റ കമ്പയറബിൾ ആണെങ്കിൽ അത് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം പ്രൈവറ്റ് ഒരാൾ 2 വർഷത്തേക്ക് ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അത്ര വലിയ ഏജൻസികളായിരിക്കും. ഇത് നേരത്തെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഇതിന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അടുത്ത ഇൻസ്ട്രുമെൻ്റ് ഇതും കൊറിയൻ തന്നെയാണ്. ഇതൊരു 4 വർഷം മുമ്പുള്ളതാണ്. ഇപ്പം 1 വർഷം മുമ്പുള്ളതാണ്. ഇത് ഇന്ത്യ ഇൻഡിജിനസ് ആയിട്ട് ISRO ഡെവലപ്പ് ചെയ്ത ഇൻസ്ട്രുമെൻ്റാണ്. നമ്മൾ ഇതിന് ഇത്ര എക്സ്പെൻസ് വരുന്ന ഒരു ഇതായതുകൊണ്ട് നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യയും നമ്മൾക്ക് സ്വന്തമായിട്ട് എല്ലാവർക്കും പ്രത്യേകിച്ച് സ്പേസിൻ്റെ കാര്യത്തിലും ഈവൻ മെറ്റീരിയോളജിയുടെ കാര്യത്തിലും നമ്മൾ സെൽഫ് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അതായത് സാർക്ക് കൺട്രീസിൽ 7-8 രാജ്യങ്ങൾ, സാർക്കിന് പുറമെയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളിലെ മെറ്റ് സർവീസ് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ഇന്ത്യയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രോയും അറിയാമല്ലോ, ബഹിരാകാശത്തിൽ നമ്മൾ സെൽഫ് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ബാക്കിയുള്ള കൺട്രീസ് നമ്മളെ നിന്നാണ് സർവീസസ് എടുക്കുന്നത്. അതുപോലെ കാലാവസ്ഥയിൽ നമ്മൾ സ്വയം പര്യാപ്തമായിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇത് ISRO ഡെവലപ്പ് ചെയ്തിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ്. കാരണം അവർക്കും ഇതിൻ്റെ ആവശ്യമുണ്ടാകും. കാരണം അവർക്ക് അപ്രയർ ഡാറ്റാസ് വേണം. ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്ന ആ ലെവലിലുള്ള വിൻഡ് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആക്ച്വലി അവരത് ഡെവലപ്പ് ചെയ്തത്. പിന്നെ അത് ആക്ച്വലി നമുക്ക് കൂടുതൽ അഡീഷണൽ ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ കൂടി അവർ ആഡ് ചെയ്തിട്ടാണ് ഈ ഇൻസ്ട്രുമെൻ്റ് ഇപ്പോൾ നമുക്ക് തന്നത്. അവരെ സംബന്ധിച്ച് അവർക്കൊരു ഒരു ലോഞ്ച് വരും. ഒരു റോക്കറ്റ് ലോഞ്ച് വരുന്ന സമയത്ത് ശരിക്കും അതിൻ്റെ കൃത്യമായിട്ടുള്ള, ഇപ്പോൾ റോക്കറ്റ് നമ്മൾ സാധാരണ ഒരു വിമാനം പോലെ അല്ലെങ്കിൽ ഒരു ഡ്രോൺ പോലെ നമ്മുടെ കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതല്ല. 100% പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് റോക്കറ്റ്. അപ്പം അത് വിക്ഷേപിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള അന്തരീക്ഷത്തിൻ്റെ കൃത്യമായ കാറ്റ് വ്യതിയാനവും അറിഞ്ഞാൽ മാത്രമേ ഇവരിത് പ്രോഗ്രാം ചെയ്ത് വിക്ഷേപിക്കാൻ പറ്റുള്ളൂ. അപ്പം ലോഞ്ചിന് മുന്നേ ഓരോ മണിക്കൂർ ഇടവിട്ട് ഒരു 2-3 ദിവസത്തേക്ക് അവരിങ്ങനെ ഇൻസ്ട്രുമെൻ്റ് അയച്ചുകൊണ്ടിരിക്കും വെർട്ടിക്കൽ പ്രൊഫൈൽ അറിയാനായിട്ട്. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് വിൻഡ് സ്പീഡും വിൻഡ് ഡയറക്ഷനുമാണ് മേജറായിട്ടുള്ള കാര്യം. പക്ഷേ നമുക്കത് മാത്രം പോരാ, ടെമ്പറേച്ചറും പ്രഷറും എല്ലാം വേണം. അപ്പോൾ അതിനനുസരിച്ച് അവർ മോഡിഫൈ ചെയ്ത് ഇൻഡിജിനസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചു. ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റേഷനിൽ ഇതിന് ശേഷം ഇതായിരിക്കും ഉപയോഗിക്കാം. അപ്പം സാധാരണ ഒരു ഒബ്സർവേറ്ററി, അപ്പറയർ ഒബ്സർവേറ്ററി, ഇനി നമ്മുടെ മെയിൻ മേഖല എന്ന് പറഞ്ഞാൽ റഡാർ. കണ്ടിട്ട് കാണുന്നത് അതിൻ്റെ ഒരു ഡയഗ്രം നോക്കിയാൽ നമുക്ക് ആ മേലോട്ട് കൊണ്ടുപോയി നമുക്കത് കാണിക്കാൻ പറ്റും. ആ ഒരു ബോർഡിനകത്ത് അതിൻ്റെ ഒരു ആൻറ്റിനയാണ് അതിനുള്ളിൽ. അതൊരു 2.5 ടൺ വെയിറ്റുള്ള 9 മീറ്റർ ഡയമീറ്ററുള്ള ഒരു പരാബോളിക് ഡിഷ് ആൻറ്റിന. പഴയ ഇത് കണ്ടിന്യൂസ് ആയിട്ട് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് 5th ഫ്ലോറിലുള്ള ഒരാളുടെ ബാക്കി സിസ്റ്റംസ് മൺസ് റഡാർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ താഴെ ഒരു പ്രോസസ് ചെയ്തിട്ടാണ് റഡാർ ഇമേജസ് ജനറേറ്റ് ചെയ്തത്. പലതരത്തിലുള്ള കേബിൾസൊക്കെ സ്റ്റുഡൻസൊക്കെ വരുവാണെങ്കിൽ അവർക്കൊരു ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ GHz-ലാണ്. പല നമ്മൾ FM ഒക്കെ മെഗാഹെർട്സ് എന്ന് പറയുന്നത് അതിലും കൂടുതൽ ഫ്രീക്വൻസി GHz 2.832 GHz എന്ന് പറയുന്ന ഹൈ ഫ്രീക്വൻസിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഒന്ന് പ്രൊട്ടക്ഷനാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഇത് ഇത്രയും വലിയൊരു ആൻറ്റിനയാണ്, അത് ഒരിക്കലും ഓപ്പണായിട്ട് വെക്കാൻ പറ്റത്തില്ല. പിന്നെ അതുകൂടാതെ അതിൽ കുറേ റിസീവർ സൈഡിലുള്ള ഇലക്ട്രോണിക്സ് എല്ലാം ആൻറ്റിനയിൽ തന്നെ മൗണ്ട് ചെയ്തിരിക്കും. അപ്പം മഴയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഡാമേജ് വരാതിരിക്കുക. അപ്പോൾ 350 km/h വിൻഡ് വരെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന റേഡോം എന്നാണ് റേഡോം. നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ് ആണ് അത് ഡിസൈൻ ചെയ്തത്. ഈ റഡാർ ആക്ച്വലി
ടെക്നോളജിയെ വികസിപ്പിച്ചത് ISROയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഇൻഡിജിനസ് ആയിട്ടുള്ള റഡാർ. പിന്നെ ഈ റഡാറിനൊക്കെ എന്ത് ചിലവ് വരും? 2015 നമ്മൾ ഇൻസ്റ്റലേഷൻ തുടങ്ങിയത്. ബിൽഡിങ്ങിന് ഏകദേശം 20 crores, റഡാറിന് 30 crores അന്നത്തെ കോസ്റ്റ്. പക്ഷേ കമ്പയറിംഗ് അത് റഡാർസിലേക്ക് ഫോറിൻ റഡാർസ് അന്ന് ഇന്ത്യയിൽ അത്ര നാൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കോസ്റ്റൊക്കെ വെച്ച് വളരെ കുറവാണ്. റഡാറിൻ്റെ സിഗ്നലുകൾ നമ്മൾ നോർമൽ ഈ കേബിൾസിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഒരുപാട് ലോസ് ഉണ്ടാകും. അതിന് സ്പെഷ്യലൈസ്ഡ് ഇതുപോലത്തെ ഹോളോ ട്യൂബ്സ് വഴിയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതിന് പറയുന്നത് വേവ് ഗൈഡ്സ് ആണ്. നമ്മുടെ കോയാക്സിയൽ കേബിൾ പോലെ തന്നെ കോയാക്സിയൽ കേബിൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്താൽ ഇത്ര ഹൈ ഫ്രീക്വൻസി ഭയങ്കര ലോസ് കുറയ്ക്കാനായിട്ട് ഇതിനകത്തുള്ളത്. ഇത് ഇപ്പോൾ ഉള്ള റഡാറിന് മുമ്പുണ്ടായിരുന്ന, അതായത് ഞങ്ങളുടെ നേവൽ ബേസിനകത്തായിരുന്നു ആദ്യത്തെ റഡാർ, സൈക്ലോൺ ഡിറ്റക്ഷൻ റഡാർ എന്ന് പറഞ്ഞത്. അത് നമ്മൾ TV സ്ക്രീനൊക്കെ കാണുമ്പോൾ ഒരു സ്ക്രീനിൽ ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും ഏത് ശത്രുക്കളുടെ എന്തെങ്കിലും വിമാനം വരുന്നു എന്നൊക്കെ അറിയാനായിട്ട് ജസ്റ്റ് ഒരു വട്ടത്തിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതിന് അനലോഗ് റഡാർ ഉണ്ടാവും. അപ്പം അന്ന് അങ്ങനെ ഉണ്ടായിരുന്ന റഡാറിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ആംപ്ലിഫയറാണ്, മൈക്രോവേവ് ആംപ്ലിഫയറാണ്, തൈറട്രോൺ. അതിന് വാക്വം ട്യൂബ്സ് എന്ന് പണ്ടൊക്കെ കേട്ടിട്ടുണ്ടാവില്ല. അതായത് നമ്മൾ സെമി കണ്ടക്ടർ ഡയോഡ്സും ട്രാൻസിസ്റ്ററും വരുന്നതിന് മുമ്പുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൈക്രോവേവ് സിഗ്നൽ, അതായത് ഈ ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് തൈറട്രോൺ. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഡിസ്പ്ലേ പർപ്പസ് ആണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ തൈറട്രോൺ പോലെ തന്നെ മറ്റൊരു മൈക്രോവേവ് ആംപ്ലിഫയറാണ് മാഗ്നട്രോൺ. ഈ മാഗ്നട്രോൺ മാഗ്നറ്റിക് റെസോണൻസ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പോണൻ്റാണ്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിൽ മൈക്രോവേവ് അവൻസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ മൈക്രോവേവ് അവൻസിൽ ഇതിൻ്റെ ചെറിയ മോഡൽ മാഗ്നട്രോൺ ആണ് ശരിക്കും ഈ മൈക്രോവേവ് സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ മൈക്രോവേവ് അവൻ എന്ന് പറയുന്നത് തന്നെ ആ മൈക്രോവേവ് ഫ്രീക്വൻസിയിലുള്ള റേഡിയോ വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തോന്നുന്നത്. അപ്പം അതെങ്ങനെയാണ് നമ്മുടെ അകത്തെ ഭക്ഷണങ്ങളെ ചൂടാക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആക്ച്വലി ഈ മൈക്രോവേവ്സിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വെള്ളത്തുള്ളികളെ വൈബ്രേറ്റ് ചെയ്യും. അപ്പം ഹൈ ഫ്രീക്വൻസി മൈക്രോവേവ് നമ്മൾ ചെറിയ മോയ്സ്ചറുള്ള ചെറിയ നനവുള്ള എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം മൈക്രോവേവ് വെച്ചാൽ അതിനകത്തെ വാട്ടർ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷനാണ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അതാണ് നനവില്ലാത്തൊരു സാധനവും മൈക്രോവേവിൽ നമുക്ക് വെക്കാൻ പറ്റില്ല, വെച്ചാൽ അത് ചൂടാകും. അതിനകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ. അപ്പോൾ അതെല്ലാം ഇതുപോലത്തെ ചെറിയ മൈക്രോവേവ്. ഇത് പവർ കൂടി, ഇത് 1 മെഗാവാട്ട് ഒരു പീക്ക് പവർ കൊടുക്കുന്നത്. പേപ്പറൊക്കെ വെക്കുന്നല്ലേ? പേപ്പറൊക്കെ വെച്ചാലും അല്ലേ? അതായത് നമ്മൾ ഫോയിൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോയിൽ ചൂടാകത്തില്ല, അപ്പുറത്തുള്ള ഇത് മാത്രം. പഴം വെച്ചിട്ടുണ്ടെങ്കിൽ പുറം തൊലിയൊക്കെ പോകത്തുള്ളൂ. അങ്ങനെ ഒരു വാട്ടർ കണ്ടന്റ് ഉണ്ട്. പിന്നെ ഇത് റഡാറിൻ്റെ ഉപയോഗങ്ങൾക്ക്, അതായത് നമ്മൾ കാലിബ്രേഷനും മോണിറ്ററിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പലതരം ഉപകരണങ്ങളാണ്. ഇതിൽ സ്പെക്ട്രം അനലൈസർ എന്നാണ്. സ്പെക്ട്രം അനലൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ പല ഫ്രീക്വൻസിയിലുള്ള വൈദ്യുതകാന്തിക തരംഗങ്ങളുണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അപ്പം ആ വൈദ്യുതകാന്തിക തരംഗങ്ങളെ നമുക്ക് കാണാനായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം വെച്ചാൽ അത് ഏത് ഫ്രീക്വൻസിയിലുണ്ട്. ഇതിനകത്ത് എക്സ് ആക്സിസ് ഫ്രീക്വൻസി, വൈ ആക്സിസ് ആംപ്ലിറ്റ്യൂഡ് വരും. ഒരു പല ഫ്രീക്വൻസിയുള്ള സിഗ്നൽ കൊടുത്താൽ ഏതൊക്കെ ഫ്രീക്വൻസി എത്ര ആംപ്ലിറ്റ്യൂഡ് ഉണ്ടെന്ന് അറിയുന്ന ഉപകരണമാണ് സ്പെക്ട്രം അനലൈസർ. ഇത് സിഗ്നൽ ജനറേറ്റർ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സിഗ്നലിനെ ഉണ്ടാക്കാം. അത് ടെസ്റ്റിങ്ങിന് വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ കാലിബ്രേഷന് വേണ്ടി ആയിരിക്കും റഡാറിൻ്റെ, അല്ലെങ്കിൽ ഇൻ കേസ് റഡാറിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റ്, അതായത് ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്ന ഒരു ഓസിലേഷൻ തരുന്ന ഒരു കമ്പോണൻറ്റ് ഇൻ കേസ് കേടാവുകയാണെങ്കിൽ അതിന് പകരം ആ സിഗ്നൽ ജനറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സിഗ്നൽ ജനറേറ്റേഴ്സ്. ഇതിനകത്ത് ഇപ്പോൾ നോക്കിയാൽ കാണും, ഇപ്പോൾ നമ്മളൊരു സിഗ്നൽ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് 93.5. ഇപ്പോൾ എല്ലാവർക്കും FM ഒക്കെ സുപരിചിതമായതുകൊണ്ട് 93.5 മെഗാഹെർട്സ് എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസിയിലുള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ നമ്മൾ ജനറേറ്റ് ചെയ്തു, ഒരു റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ ജനറേറ്റ് ചെയ്തു. ആ സിഗ്നൽ ഇവിടെ പ്ലോട്ട് ചെയ്തു. ഇത് ഡിജിറ്റൽ ഓസിലോസ്കോപ്പാണ്. അതായത് നമുക്ക് ഏതൊരു വൈദ്യുതകാന്തിക തരംഗത്തെയും കാണാൻ പറ്റുന്നത് ഡിജിറ്റൽ ഓസിലോസ്കോപ്പിലാണ്. നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു ഡിവൈസ് കൊണ്ടോ നമുക്ക് കാണാൻ പറ്റും. ഒരു മൾട്ടിമീറ്റർ ആണെങ്കിൽ നമുക്കൊരു വോൾട്ടേജേ കാണാൻ പറ്റും. പക്ഷേ ആ സിഗ്നൽ എങ്ങനെയാണ്, എന്താണ് വേവ് ഫോം നമുക്കറിയാം. അത് കാണാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഡിജിറ്റൽ ഓസിലോസ്കോപ്പ്. ഇതിനകത്ത് ഇപ്പോൾ 93.5 റെഡ് എഫ് വരുന്നത് ഇങ്ങനെയായിരിക്കും. നമ്മളുടെ മൊബൈലിലോ റേഡിയോയിലൊക്കെ ശരിക്കും വന്ന് ചേരുന്നത് ഇങ്ങനെയാണ്. പക്ഷെ നമ്മളത് കാണുന്നില്ല. അപ്പോൾ ഈ താഴ്ചയിലും ഉയർച്ചയിലും എവിടെ വന്നാലും നമുക്ക് കിട്ടും. അതായത് എല്ലാ വൈദ്യുതകാന്തിക തരംഗങ്ങളും ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു കോൺസ്റ്റന്റ് സിഗ്നൽ വരികയല്ലേ, സൈനസോഡൽ സിഗ്നലായിട്ടായിരിക്കും വരിക.
ഇത് സൈൻ വേവ് എന്ന് പറയും. ഇതിൻ്റെ രണ്ടിൻ്റെ തമ്മിലുള്ള രണ്ട് പീക്കുകൾ തമ്മിലോ രണ്ട് ക്രസ്റ്റുകൾ തമ്മിലോ ഉള്ള ഡിഫറൻസിൻ്റെ സമയം വെച്ചിട്ടാണ് ഏത് മൊബൈൽ ഫ്രീക്വൻസി മനസ്സിലാവുന്നത്. കാരണം ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. ഏകദേശം ഇത്ര നാനോ സെക്കൻഡ് 10.5 നാനോ സെക്കൻഡ്സ്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഫ്രീക്വൻസിയുടെ ഇൻവേഴ്സ് ആയിരിക്കും ടൈം പീരീഡ്. മൾട്ടിമീറ്റർ. എൻ്റെ പേര് അതിൻ്റെ പേര് ഇൻഫിനിറ്റിയാണ്. ഞാൻ ലാസ്റ്റ് ആഴ്ചത്തെ മീഡിയോളജിസ്റ്റാണ്. കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് ആക്ച്വലി മെട്രോളജിലാണ്. അതിന് മുന്നേ ഞാൻ കോഴിക്കോട് എയർപോർട്ടായിരുന്നു വർക്ക് ചെയ്തത്. ഇതെല്ലാവരും നമ്മുടെ കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നവരാണ്. ഓക്കെ, എൻ്റെ പേര് വിഷ്ണു പ്രദീപ് എന്നാണ്. ഞാൻ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണ്. ആക്ച്വലി ഞാൻ ആദ്യം വർക്ക് ചെയ്തത് ലക്ഷദ്വീപിലായിരുന്നു, അവിടെ എയർപോർട്ടിലായിരുന്നു. ഇവിടെ വന്നിട്ട് 3 months ആയി. സാറിൻ്റെ വോയിസ് എൻ്റെ പേര് മിഥുൻ. ഞാൻ സൈനിക് പ്രസിഡൻ്റാണ്. ചെന്നൈ ഏരിയ സെക്ടർ മോണിറ്ററിലായിരുന്നു. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ ഡി. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ ഡി. ഞാൻ സയൻറ്റിഫിക് അസിസ്റ്റൻ്റാണ്. ലാസ്റ്റ് 1 year ആയിട്ട് ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലായിരുന്നു. My name is Sachin, scientific assistant for Sweden. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞാനിവിടെ വന്നിട്ട് ഏകദേശം ഒരു 6 വർഷത്തോളം ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടാണ്. ഞാൻ എപ്പോഴെങ്കിലും നോക്കിയിരിക്കുന്നത് അല്ല എന്തെങ്കിലും കയറാൻ പറ്റുമോ എന്ന് ഇങ്ങനെ നോക്കിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈമിലാണ് അറിഞ്ഞത്. അപ്പോൾ പിന്നെ അറിഞ്ഞിട്ട് അപ്പത്തിന് ഓടി ഇങ്ങോട്ടേക്ക്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. കാരണം എപ്പോഴും ഈ വരുന്നതൊരു ഫോണാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്ത് സംഭവം നമുക്ക് അറിയില്ല. ഞാൻ എപ്പോഴും അവിടെ എന്നും പോകുന്ന കാണാം. അപ്പോൾ 2 ദിവസം നമുക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും എനിക്ക് പോകും. അപ്പോൾ ഉണ്ടോ പോകുന്നുണ്ടോ. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച്.